ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റഫ്ഡ് ചപ്പാത്തിക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, ക്യാപ്സിക്കം, മല്ലിയില, ഇത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കോളിഫ്ലവറും വേവിച്ച് വെച്ചതാണ്. ഇത് നമ്മളൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഉടനെ വേവിച്ചിട്ടുണ്ട്, നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ദെൻ ഇത് പനീറാണ്, നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തിക്ക് വേണ്ട. അത് നമുക്ക് ചപ്പാത്തിക്ക് സ്റ്റഫ് ചെയ്യാനുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫസ്റ്റ് ഇച്ചിരി ഓയിലാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി വഴറ്റിനിടാൻ വേണ്ടി എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വരുന്നതിന് ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എക്സ്ട്രാ അധികം നേരം വെക്കേണ്ട കാര്യമില്ല. കാരണം അതിനാണ് ആദ്യമേ തന്നെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ ഒന്ന് വേവിച്ചെടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീരെ വെള്ളം വേണ്ട കേട്ടോ, കാരണം നമുക്കിത് സ്റ്റഫ് ചെയ്യാനുള്ളതല്ലേ ചപ്പാത്തിക്ക്. അപ്പോൾ പിന്നെ വെള്ളം അധികം ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളം ഇല്ലാതെ ചെയ്യാൻ വേണ്ടി നോക്കാം. വെള്ളം വറ്റി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് സ്റ്റൗവിൽ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഓണം വരുന്ന ഇതാക്കി കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിരുന്നു. ഇതിൽ ഇച്ചിരി ഒരു കളറിന് വേണ്ടി മാത്രം. പിന്നെ കുറച്ച് മുളക് പൊടി, കാരണം വേറെ പച്ചമുളകോ ഒന്നും നമ്മളതിൽ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് മുളക് പൊടി, ഒരു നല്ല മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ടേസ്റ്റിന് വേണ്ടി ഗരം മസാല കുറച്ച് ആഡ് ചെയ്യണം കേട്ടോ. അതിൽ നിന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പാകമല്ല വെച്ചാൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഇതിൽ. പക്ഷെ നമ്മൾ ആഡ് ചെയ്ത് നോക്കണം. ബിക്കോസ് നമ്മൾ ഓൾറെഡി ചപ്പാത്തി മാവിൽ നമ്മൾ കുഴക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ടും കൂടി ആകുമ്പോൾ അധികം ആവരുത്. അപ്പോൾ ഒരു പാകത്തിന് ഇട്ട് കൊടുക്കുക. അടുത്ത് നമ്മൾ ഇങ്ങനെ പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനത് ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീറാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ആവുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. അത് നന്നാക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ നേരാക്കി വെച്ചിരിക്കുന്ന മല്ലിയില നിങ്ങൾക്ക് അതിനും ടേസ്റ്റും സ്മെല്ലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. ഇത് നല്ലൊരു മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഈ മസാല ഒന്ന് ആറട്ടെ, എന്നിട്ട് നമുക്ക് ചപ്പാത്തിയിൽ ഫില്ല് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ചപ്പാത്തിക്കുള്ള മാവ് ഓൾറെഡി കുഴച്ചെല്ലാം വെച്ചിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പരത്തി ഇതുപോലെ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാം. ഞാൻ എങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ശരിക്കും നമ്മളിത് കുറച്ചൊന്ന് പരത്തി അതിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് മസാല വെച്ച് അങ്ങനെ പരത്തിയെടുക്കാം. പക്ഷെ ഞാനിവിടെ എളുപ്പത്തിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതിലേക്ക് വലിയ ബോളും കൂടി പരത്തിയെടുക്കുക. ഞാനിങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് എളുപ്പത്തിന്, രണ്ടാമത്തെ നമ്മളത്ര മാത്രം പ്രൊഫഷണൽ കുക്കറിലല്ലാത്ത ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചെയ്താൽ മതി. ഇത് 2 കുഞ്ഞു റൗണ്ട് ആക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞു റൗണ്ടിലേക്ക് നമ്മുടെ കുറച്ച് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനെ നമ്മൾ കട്ടില്ലാതെ പരത്തുന്ന കേട്ടോ, 2 എണ്ണം. കാരണം നമ്മൾ ഈ സ്റ്റഫ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് വലിയ പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ
ഭയങ്കര തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ മീൻസ് ഈ മസാലയുടെ ബോൾ എടുക്കുമ്പോൾ, ബോൾ മീൻസ് നമ്മൾ ഉരുട്ടിട്ടാണ് എടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണൊക്കെ വെച്ചാൽ മതി. ഇങ്ങനെ വയ്ക്കുക വെച്ചാൽ ഇതിലോട്ട് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ സൈഡ് രണ്ടല്ല മൊത്തത്തിൽ വട്ടത്തിൽ സൈഡ് ഇങ്ങനെ അമർത്തി ഒന്ന് മറിച്ചിട്ട് വീണ്ടും ഒന്ന് മാറ്റി കൊടുത്ത് കുറച്ച് പൊടി അതിൻ്റെ മീതെ വെതറി. ഈ പൊടി വെതറുന്നത് നമുക്കൊന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പൊട്ടും. അപ്പം നമ്മളൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. മറിച്ച് നമ്മളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ, കാരണം തിപ്പല്ലാത്ത കാരണം പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ചുനാമ്പ് പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ പരത്തി വെച്ച് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ആ ഭാഗം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ നോക്കിയിട്ട് വേണം, പൊട്ടാതെ സൂക്ഷിച്ച് വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ തേക്കാം. ബട്ടർ തേച്ച് കുറച്ചും കൂടി നന്നായിരിക്കും. ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. എനിക്ക് ഇവിടെ കുറച്ചൊന്ന് ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചിടാം, ഈ ഭാഗത്തും കുറച്ച് ഓയിൽ, അല്ലാതെ വേണ്ട കുറച്ചും കൂടി ഇട്ടോ. നന്നായി വെന്ത് വന്ന് എടുക്കാം, എന്നിട്ട് അടുത്ത് വിടാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ചപ്പാത്തീസും ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതും ഇതിൻ്റെ കൂടെ നമുക്ക് അധികം പുളിപ്പാവാത്ത നല്ല തൈര്, കട്ടിയിലെ തൈര്, ഇത് നല്ല കോമ്പിനേഷനാണ്. ലെറ്റ്സ് ടേസ്റ്റ്. നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. അധികം കനമില്ല കണ്ടോ. ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.